ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കർ തേങ്ങാച്ചോറായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി എണ്ണ ചൂടാക്കി കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ഒന്ന് ചേർത്ത് ഇളക്കണം. അതിലേക്ക് സവാള ആഡ് ചെയ്യണം. അതിനാവശ്യത്തിനുള്ള ഉപ്പ്, അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാവർക്കും എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ. നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മീറ്റ് മസാല എന്നിവ ചേർക്കണം. തിളക്കട്ടെ. ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാൻ വിട്ടിട്ടുണ്ട്. ഇനി അതിലേക്കൊരു തേങ്ങയാണ് ഞാൻ ചേർത്തേക്കണേ. അതും കൂടി ചേർത്ത് തിളയ്ക്കുന്നവരെ നോക്കാം. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഈ തേങ്ങാച്ചോറിന്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഒരു 2 വിസിലടിച്ചു. 3ാമത്തെ വിസിൽ അടിക്കുന്നതിന് മുന്നേ ഓഫാക്കി കേട്ടോ. ഇനി നമുക്ക് തിളയ്ക്കാൻ നോക്കാം. തിളച്ച് കഴിയുമ്പോൾ കുറേശ്ശെ അരി ചേർത്ത് കഴുകി വെച്ചേക്കുന്ന അരി ചേർത്ത് ഇളക്കി യോജിപ്പിക്കും. കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഉണ്ടാക്കി ചേർത്തതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് സവാള വഴറ്റിയെടുക്കാം. ഒരു മീഡിയം സൈസുള്ള സവാള ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ബീഫ് ഉലർത്തിയെടുക്കാൻ വേണ്ടി കേട്ടോ. ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. സവാള വഴറ്റിയെടുക്കാം. അതിലേക്ക് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും കേട്ടോ. അതിന് വേണ്ടി ബീഫിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ സവാള വഴറ്റാൻ വേണ്ടി ചേർക്കാം. ഇനി അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്ന മുളക്, പിന്നെ കുരുമുളക്, ഇതെല്ലാം കൂടി ചതച്ച് വെച്ചേക്കണം കേട്ടോ. അതെല്ലാം കൂടി മിക്സിയിലിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് ജാറിലിട്ട്. അത് നമ്മൾ അതിലേക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മീറ്റ് മസാല എന്നിവ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ചേക്കുന്ന വേവിച്ച ബീഫ് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ബീഫ് ഉലർത്തിയതും തേങ്ങാച്ചോറുമാണ് കേട്ടോ. നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഞാൻ മിക്സിയിലടിക്കാതെ നേരിട്ട് ചേർക്കുകയല്ലേ ചെയ്തത്. മിക്സിയിലടിച്ചത് തേങ്ങ അരച്ച് ചേർക്കുകയും ചെയ്യാം കേട്ടോ. അതിന് പകരം ഞാനിപ്പോൾ തേങ്ങ മിക്സിയിലിട്ട് അരച്ചിട്ടില്ല, മറ്റേപ്പാടല്ലേ ചേർത്തത്. 2 രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.